ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത് ആ ഇസ്തിആസ, പ്രവാചകന്റെ മുന്നിലുള്ള വിതുമ്പിക്കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പാപക്കറകൾ കഴുകിക്കളയാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാനുള്ള അഭ്യർത്ഥന. ആ അഭ്യർത്ഥനയാണ് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ, മരുന്നു കണ്ടെത്താത്ത രോഗങ്ങളുടെ പരിഹാരമെന്ന് നമ്മുടെ മുന്നിലേക്ക് പഠിപ്പിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. തഹ്ലീലിനെ കുറിച്ച് വാചാലമാകുന്നവർക്ക്, തുഹ്ഫത്തുൽ മുജാഹിദിനെ കുറിച്ച് വാചാലമാകുന്നവർക്ക് മങ്കൂസ് മൗലിദ് തള്ളിക്കളയാൻ ഒരിക്കലും സാധിക്കുകയില്ല. മങ്കൂസ് മൗലിദിനെ കുറിച്ച് പറയേണ്ടി വരുമ്പോഴൊക്കെയും തുഹ്ഫത്തുൽ മുജാഹിദും തഹ്ലീലും ഉൾക്കൊള്ളാൻ സാധിക്കാൻ നമുക്കും കഴിയണം. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുകയില്ല. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത് ഒരേ സമയത്ത് ത്വരീഖത്തിൽ ഷെയ്ഖായിരുന്നു ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ഔലിയാക്കളുടെ നേതാവായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അവിടെ നിന്നാണ് വിപ്ലവം ജനിച്ചത്, അവിടെ നിന്നാണ് പടയോട്ടം ജനിച്ചത്, അവിടെ നിന്നാണ് സമരം ജനിച്ചത്, അവിടെ നിന്നാണ് ആത്മീയമായ വിദ്യാഭ്യാസം ഉണ്ടായത്, അവിടെ നിന്നാണ് ഭൗതികമായ വിദ്യാഭ്യാസം ഉണ്ടായത്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്, ഉമർ ഖാലിയെ നിങ്ങൾ പഠിച്ചു നോക്കുക. ആരായിരുന്നു ഉമർ ഖാലി? ഉമർ ഖാലി എന്ന് പറയുമ്പോൾ കേരളീയ സമൂഹത്തിന്റെ, ഇന്ത്യൻ മനസ്സിന്റെ വികാര തുടിപ്പുകൾ തിളച്ചു വരും. കാരണം നികുതി നിഷേധ പ്രസ്ഥാനത്തിലൂടെ ചരിത്രത്തിൽ ആദ്യമായി സാമ്രാജ്യത്വ ശക്തികളുടെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പാൻ ധൈര്യം കാണിച്ച മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാലി റളിയല്ലാഹു അൻഹു. തീരദേശാഭിമാനിയായ ഉമർ ഖാലിയെ ഒരു ഭാഗത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന ഒരു രംഗമുണ്ട്. യാ ഖറമൽ ഖുറമാ അലാ അതാബിക്കും ഉമറുൽ ഫഖീരി മുർതദി ബിജനാബിക്കും എന്ന് തുടങ്ങുന്ന കാവ്യശകലങ്ങളോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസാന്നിധ്യത്തിലെത്തി. ഹബീബിന്റെ മുന്നിൽ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞപ്പോ ആ ഹബീബിന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന പ്രേമകാവ്യത്തിന്റെ ഭംഗിയാർന്ന ലിപികൾ 1930കളിൽ വരെ പരിശുദ്ധമായ റൗള ഷരീഫിന്റെ ചാരത്തിൽ രേഖപ്പെടുത്തി വെക്കാൻ മാത്രം ഒരു കേരളീയ മനസ്സിന്റെ ആത്മീയമായ പുരോഗതിയും വളർച്ചയും ഔന്നിധ്യം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖാലി റളിയല്ലാഹു അൻഹു ആരായിരിക്കണം? ഞാൻ ഈ കഴിഞ്ഞ തവണ മക്കയിൽ പോയപ്പോ തായിഫിലേക്ക് ചെന്നു. അവിടെ ഒരു മലബാരി മസ്ജിദ്. ആ മലബാരി മസ്ജിദ് എന്താണ് അതിന്റെ രഹസ്യം? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ ചെല്ലുമ്പോ അവിടെ കാണുന്ന മലബാരി മസ്ജിദിന്റെ യഥാർത്ഥ പേര് ഉമർ ഖാലി റളിയല്ലാഹുവിന്റെ പള്ളി എന്നാണ്. എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് ഞാൻ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതകരമായ ഒരു ചരിത്രം വരുന്നത്. ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളുടെ കൂടെ ബൈത്താൻ തങ്ങളും ബൈത്താൻ മുസ്ലിയാരും നടന്നു പോകുന്ന ഒരു ദിവസം മമ്പറം തങ്ങളോട് ഒരു സങ്കടം പറഞ്ഞു. ഉമർ വല്ലാതെ പിരിവെടുക്കുന്നുണ്ട് പള്ളിയെടുക്കാൻ പിരിവെടുക്കുന്നു എന്നല്ലാതെ വെറും പള്ളിയെടുക്കുന്നത് കാണുന്നില്ല. മഹാനായ മമ്പറം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇത്തവണ ഹജ്ജിന് പോകണം. ഹജ്ജിന് പോകുമ്പോ ഇന്ന സ്ഥലത്ത് ഇബ്നു അബ്ബാസ് തങ്ങളുണ്ട്, അവരെ സന്ദർശിക്കണം. നേരെ പോയി ബൈത്താൻ മുസ്ലിയാർ നേരെ ചെന്നു. ആ സിയാറത്തിന് വേണ്ടി ചെല്ലുമ്പോ അവിടെ ഒരു മലയാളി പള്ളിയെടുക്കുന്നു എന്നറിഞ്ഞു. സ്വാഭാവികമായും നമ്മൾ മലയാളികൾ ഗൾഫിലെത്തുമ്പോഴാണ് നമുക്കൊരു വല്ലാത്ത സ്നേഹം കൂട്ടായ്മയൊക്കെ ഉണ്ടാകുക. ഇവിടുന്ന് കണ്ടാൽ നമ്മൾ മുണ്ടാമടിയന്മാരാണെങ്കിലും. അങ്ങനെ അവിടെ എത്തിയപ്പോ ആ മലയാളിയെ കാണാൻ വേണ്ടി ചെല്ലുകയാ. ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. മഹാനായ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു അവിടെ വരുന്ന ജോലിക്കാർക്ക് ഇങ്ങനെ കൂലി കൊടുത്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് ബൈത്താൻ മുസ്ലിയാർ കാണുന്നത്. ആ പള്ളി ഇപ്പോൾ ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയായി ഇവിടെ നിലനിൽക്കുന്നു. ചരിത്രത്തിൽ നിന്ന് അത് നീങ്ങിപ്പോയിട്ടില്ല. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ആ മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു പക്ഷേ ഒരു ലോകപ്രശസ്ത ഫലക്കി പണ്ഡിതനായിരുന്നു. ഉമർ ഖാലി റളിയല്ലാഹു അൻഹു നൂറുകണക്കിന് ശിഷ്യന്മാരുള്ള മുദരിസായിരുന്നു. പന്നാലി പള്ളിയിലെ ദർസ് നടത്തിയ പ്രഗത്ഭനായ ഫഖീഹായിരുന്നു. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് വിപ്ലവവും സമരവും വികാരവിജരമായ ചരിത്ര സംഭവങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുന്ന ആ മഹാരഥന്മാര് പക്ഷേ തന്റെ ഇൽമും തഖ്വയും നിറഞ്ഞ ജീവിതത്തിലൂടെ ആത്മീയ ലോകത്തെ കെട്ടിപ്പടുക്കുകയായിരുന്നു. താഴേക്കിറങ്ങി വരൂ നിങ്ങൾ ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ എന്ന് പറയുമ്പോൾ 21 എന്നാണ് എല്ലാവരും കേട്ടുപരിചയമുള്ളത്. മഹാനായ ആലി മുസ്ലിയാരെ കുറിച്ച് 21 ധീരദേശാഭിമാനികളുടെ ചിത്രം നമ്മൾ വരയ്ക്കുമ്പോൾ അതേ ആലി മുസ്ലിയാരുടെ മറുഭാഗത്തുള്ള ഒരു ചിത്രം നമുക്കറിയാം. തിരൂരങ്ങാട് വലിയ പള്ളിയിലെ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള പ്രശസ്തനായ ഫഖീഹായ മുദരിസായിരുന്നു ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ. അതേ ആലി മുസ്ലിയാരാണ് സമരാവേശം നൽകി കേരളീയ സമൂഹത്തെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ മുന്നേ നടക്കാൻ പഠിപ്പിക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് പൂർവ്വകാല പണ്ഡിതന്മാരുടെ മുഴുവൻ ചരിത്രവും അതാണ് തിളങ്ങി നിൽക്കുന്നത്. എന്തിന് നമ്മൾ ദൂരെ പോകണം? ഞാൻ നിൽക്കുന്ന എന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന മഹാനായ അഹ്മദ് കോയ അദ്ദേഹത്തെ മാത്രം നിങ്ങൾ പഠിക്കണം. ഈ ചാലിയത്തെ സാധാരണ
സാധാരണക്കാരോട് ഞാൻ പറയട്ടെ, ആരാണ് അഹമ്മദ് കോയ ശാലിയാത്തി എന്ന് UAE അലി ഹാഷിമിയോട് ചോദിക്കണം. അലി ഹാഷിമിയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, വിദേശ പണ്ഡിതന്മാർ, അവർ പോലും നമ്മുടെ അഹമ്മദ് കോയ ശാലിയാത്തിയെ കുറിച്ച് വാചാലമായി കൊണ്ടിരിക്കുകയാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ഗന്ധശേഖരം. ആ ഗന്ധശേഖരത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഏതെങ്കിലും ഒരു വിഷയമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം കൊണ്ടുവാ. ഭൗതികമാണെങ്കിലും മതപരമാണെങ്കിലും മുഴുവൻ വിഷയങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി ക്രമീകരിച്ചെടുത്ത ലോക പ്രശസ്തമായ ഗ്രന്ഥശാഖത്തെ അള്ളാഹു എത്തിച്ചതോടുകൂടി ഏകദേശം ആ രോഗം സാധാരണക്കാർക്കൊക്കെ ബോധ്യപ്പെട്ടു വന്നിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെരുന്നാളിന്റെ അന്ന് നിങ്ങൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്തു. ഫിത്ർ സക്കാത്ത് കൊടുത്ത എത്രയാണ്? ഒരു സ്വാഹ് അരിയാണ് ഫിത്ർ സക്കാത്ത് കൊടുത്തത്. ഒരു സ്വാഹ് അരിയുടെ എണ്ണം എത്രയാണ്? അതിന്റെ തൂക്കം എത്രയാണ്? ഇവിടെ എവിടെയും സാ ഇല്ലല്ലോ. ആ സാഹിന്റെ തൂക്കം എത്രയാണെന്ന് കൃത്യമായി നമുക്ക് കണക്കാക്കി തന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി തങ്ങളാണ്. അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ ഒരു സ്വാ ഉണ്ട്. ആ സ്വാഹ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചതായിരുന്നു ആ സ്വാഹ് എന്ന് പറയുന്നത്. അതിന് അഹമ്മദ് കോയ ശാലിയാത്തി മുതൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സനദ് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് ഈ സ്വാഹിന്റെ അളവനുസരിച്ച് നിങ്ങൾ തൂക്കമെടുത്ത് ഫിത്ർ സക്കാത്ത് നൽകിയാൽ നിങ്ങൾക്ക് സക്കാത്തിന്റെ കണക്ക് ലഭിക്കുമെന്ന് പറയാൻ എത്ര കഷ്ടപ്പെട്ടിരിക്കും ഹബീബിന്റെ കാലഘട്ടത്തിലുള്ള ഒരു സ്വാഹ് കൃത്യമായി തേടിപ്പിടിക്കാൻ, അല്ലെങ്കിൽ അവിടം വരെ മുട്ടുന്ന സനദുള്ള സ്വാഹ് തേടിപ്പിടിക്കാൻ. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് മഹാരഥന്മാരായ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾ. ആ ആലിമീങ്ങൾ ദീനീയ പ്രബോധനത്തിന് നൽകിയ സേവനത്തിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാനായ പ്രസിഡന്റ് മഹാനായ മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്ന അന്ന് ഈ കേരളത്തിലെ പ്രഗത്ഭനായ ഒരു സയ്യിദ് ആകാശ ലോകത്തേക്ക് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, അവിടെ ഒരു പുതിയ നക്ഷത്രം ഞാൻ കാണുന്നു. ആ പുതിയ നക്ഷത്രത്തെ കുറിച്ച് വാചാലമായ അദ്ദേഹത്തിന്റെ വാക്കുകൾ തേടി ഇറങ്ങി പുറപ്പെട്ടവർക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചിത്രമാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരിലേക്ക് ഇറങ്ങി വന്ന ഇസ്ലാമിക പ്രബോധനത്തിന്റെ പരിമളം കേരളത്തിന്റെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ അലയഴിച്ച അത്ഭുതകരമായ ചിത്രങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാനിതിലേക്ക് കടക്കുകയല്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു ഖബറുടെ സ്വർഗ്ഗത്തോപ്പാക്കുമാറാവട്ടെ. നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മുടെ ഇടയിൽ ജീവിച്ചു പോയൊരു മഹാനാണ്. അദ്ദേഹത്തിന്റെ ആത്മീയമായ ജ്ഞാനത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അദ്ദേഹത്തിന്റെ അറിവിനെ കുറിച്ച്, ആ അറിവിന്റെ ആഴമേറിയ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതേ സമയത്ത് ഭാഷാ പാണ്ഡിത്യത്തിൽ വൈവിധ്യമാർന്ന ഭാഷകളിൽ ഭംഗിയായി സമൂഹത്തോട് സംവദിക്കാൻ പ്രഗത്ഭനായ പണ്ഡിതൻ അന്നു തന്നെ സാധിച്ചിരുന്നു എന്നതും, ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞ പണ്ഡിതൻ സമകാലീന സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്നതും നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ പണ്ഡിതന്മാരുടെ കഴിവും വലിപ്പവുമാണ്. അള്ളാഹു അവരെയും നമ്മയും സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അതേ സമയത്ത് ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിലേക്ക് നിങ്ങൾ വീണ്ടും ഇറങ്ങി വരിക. വന്നരായ ഒതുക്കുങ്ങൽ ഉസ്താദ്. ആരായിരുന്നു ഒതുക്കുങ്ങൽ ഉസ്താദ് എന്ന് പറയുന്നത്? ഒതുക്കുങ്ങൽ ഉസ്താദിനെ കുറിച്ച് ഞാൻ ഇവിടെ എന്തു പറഞ്ഞാലും അത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. കാരണം എന്നെക്കാളേറെ അനുഭവിച്ചറിഞ്ഞവരാണ് നിങ്ങളെല്ലാവരും. മഹാനായ ഒതുക്കുങ്ങൽ ഉസ്താദ് വഫാത്ത് വരെ ദർസ് നടത്തിയ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ അറിവിന്റെ വലിപ്പം എത്രയാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല. എനിക്കൊരു കാര്യം തീർത്തു പറയാൻ സാധിക്കും. കേരളത്തിൽ മഹാനായ OK ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളല്ലാത്തൊരു പണ്ഡിത സമൂഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. OK ഉസ്താദുമായി ബന്ധപ്പെടുന്ന കണക്ഷനിലൂടെയല്ലാതെ കേരളത്തിൽ ഒരു പണ്ഡിത സമൂഹം ഇന്ന് രാജ്യത്ത് ജീവിച്ചിരിപ്പില്ല എങ്കിൽ ഇന്ന് ജീവിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാരുടെയും ഉസ്താദിയായി മാറുക എന്ന ബഹുമതി മാത്രം മതിയല്ലോ ബഹുമാനപ്പെട്ട ഒതുക്കുങ്ങൽ ഉസ്താദിന്റെ ആദരവും ബഹുമാനവും നമുക്ക് ബോധ്യപ്പെടാൻ. ഞാനൊരു കാര്യം ഓർക്കുന്നു. രണ്ടത്താണിയിൽ 2 വർഷം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് എളിയവനായി ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാഭാഗ്യവാനാണ് ഞാൻ. ആ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉസ്താദിനെ മഞ്ചലിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. ഞാൻ അത്ഭുതത്തോട് നോക്കി, എന്തിനാ മഞ്ചലിലേറ്റിട്ട് ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്? എവിടുന്നാ വരുന്നത്? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടല്ല, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത രോഗി എന്തിനാണ്
പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് ഡോക്ടർമാര് പറയുന്നത് ഇദ്ദേഹത്തിന് മരുന്ന് കൊടുത്തിട്ട് പ്രയോജനമില്ല. മരുന്ന് ശരീരത്തിലേക്ക് എഫക്ട് ചെയ്യണമെങ്കിൽ, അതിന്റെ പ്രതികരണം ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ ഇദ്ദേഹം ദർസ് നടത്തണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര തിരക്ക് പിടിച്ച മനുഷ്യനാണെങ്കിലും വിശ്രമിക്കണമെന്ന് പറയുന്ന അതേ ഡോക്ടർമാർ, നമ്മുടെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലെ ഡോക്ടർമാർ, ഇദ്ദേഹം കിടന്നുകൊണ്ടെങ്കിലും രോഗിയായിട്ടെങ്കിലും ദർസ് നടത്തട്ടെ, ഇല്ലാതെ മരുന്ന് കൊടുത്തിട്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന ഒരു രംഗം ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഒരു കാര്യം നമുക്കറിയാം, ആ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ രാജ്യത്തു കാണിച്ച ദീനീ ദഅവത്തിന്റെ ഔത്സുക്യമാണ്, ആവേശമാണ് ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ദീൻ ഭംഗിയായി നമ്മുടെ രാജ്യത്ത് പിടിച്ചു നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനു നാം ദൂരെ പോകണം? മഹാനായ താജുൽ ഉലമ അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറ്റവും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണല്ലോ താജുൽ ഉലമ. മഹാനായ താജുൽ ഉലമയെ കുറിച്ച് ഈ നാട്ടുകാരായ നിങ്ങളോട് ഞാൻ പറയുന്നത് അതിപ്പക പ്രസംഗമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ അദ്ദേഹത്തെ അനുഭവിക്കുന്നവരാണ്, ബോധ്യപ്പെടുന്നവരാണ്. മഹാനായ താജുൽ ഉലമയുടെ ഇൽമ്, ഒരു കാര്യം ഞാൻ പറയുന്നു, ചാലിയത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആലിമീങ്ങൾക്ക് ഒരുപാട് ജന്മം നൽകാൻ ഭാഗ്യം ലഭിച്ച രാജ്യത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. തുഹ്ഫ എന്ന് പറയുന്ന ശാഫിഈ മദ്ഹബിലെ ഏറ്റവും വലിയ ഫിഖ്ഹി ഗ്രന്ഥമുണ്ട്. ആ ഫിഖ്ഹി ഗ്രന്ഥം നോക്കി തീർത്തവർ എത്ര പേര് നമ്മുടെ സദസ്സിലും ഈ പഞ്ചായത്തിലും ഉണ്ടാകും എനിക്ക് പറയാൻ അറിയില്ല. അത്രയും സൃഷ്ടിച്ച ആളുകൾക്ക് മാത്രമേ അത് പൂർണ്ണമായും കണ്ടെത്തി തീർക്കാൻ സാധിച്ചിട്ടുള്ളൂവെങ്കിൽ ആ തുഹ്ഫ എന്ന് പറയുന്ന ശാഫിഈ മദ്ഹബിലെ ഏറ്റവും വലിയ കിതാബ് കാണാതെ ദർസ് നടത്താൻ അറിയുന്ന ഓരോ പണ്ഡിതനെ നമ്മുടെ കേരളത്തിലുള്ളൂ. അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ഉള്ളാൾ തങ്ങളാണെന്ന സത്യം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം മഹാനായ താജുൽ ഉലമയെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയാ താജുൽ ഉലമ ഈ ദർസ് നടത്തുന്നത്. നടന്നുകൊണ്ടാണ് അദ്ദേഹം ദർസ് നടത്താറുള്ളത്. നടന്നുകൊണ്ട് ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന താജുൽ ഉലമ മഹാനായ തങ്ങളോട് മുന്നിൽ ഒരു ശിഷ്യൻ വായിച്ചു കൊടുക്കുന്നു. വായിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ശിഷ്യൻ വായിക്കുന്നതിനിടക്ക് ആ ശിഷ്യൻ ഒരു തെറ്റ് വായിച്ചാൽ താജുൽ ഉലമ പറയും, മോനെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് അവിടെ വായിക്കേണ്ടത്. ശിഷ്യൻ പറയുന്നു, ഉസ്താദേ കിതാബിൽ ഇങ്ങനെയാണുള്ളത്, അത് തെറ്റാണ്, അച്ചടിയിൽ വന്ന പിശകാണ്, ഇന്ന സ്ഥലത്തുള്ള ഇന്ന നുസ്ഖയിൽ ഇന്ന രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൃത്യമായി പറയാൻ സാധിക്കും വിധം തുഹ്ഫയുടെ ഓരോ ഇബാറത്തുകളും മനസ്സിന്റെ ഉള്ളിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് ദർസ് നടത്തി കൊടുക്കാൻ കഴിവുള്ള ഇൽമുള്ള ഒരേ ഒരു പണ്ഡിതൻ മഹാനായ താജുൽ ഉലമയുടെ വിജ്ഞാനത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും ഞാൻ പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ തവണയും കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഉറൂസൊക്കെ നടക്കുന്നുണ്ട്, അന്ന് എനിക്ക് ദർസ് നടത്തണം, അവിടെ ശല്യാണ്, അതുകൊണ്ട് ഞാൻ ശല്യമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറിയിട്ട് എന്റെ ദർസ് തുടരാറുണ്ട് എന്ന്. ഞാൻ പറയുന്നത് ദർസിന്റെ വിഷയത്തിൽ, ഇൽമിന്റെ വിഷയത്തിൽ ഉസ്താദിന് അങ്ങേയറ്റത്ത് താല്പര്യമാണ്, അങ്ങേയറ്റത്ത് ബഹുമാനമാണ്. അതേ താജുൽ ഉലമ പക്ഷേ ആ സമയത്ത് തന്നെ തഖ്വയുടെ വിഷയത്തിൽ നിങ്ങൾ പലപ്പോഴും അനുഭവപ്പെടുന്നവരാണ്. ഞാൻ പറയുന്നത് അബദ്ധമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കറിയുമോ, പൂനൂർ ആശുപത്രി ഉദ്ഘാടന വേദി 16 പ്രഗത്ഭരായ ആശുപത്രിയിലെ ഏറ്റവും പ്രഗത്ഭരായ സൂപ്രണ്ടുമാരിരിക്കുന്നു. ആ സദസ്സിൽ മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പ ഉദ്ഘാടന പ്രസംഗം നടത്തുകയാണ്. തങ്ങൾ പഠിച്ചു നിന്നു. എന്നിട്ട് തങ്ങൾ തുടങ്ങിയ ആശുപത്രിയൊക്കെ വേണപ്പ, പക്ഷെ ആശുപത്രിയോടൊന്നും മുഴുവൊന്നും സുഖാവില്ല. എനിക്ക് സോക്കേട് വന്നല്ലോ, നിങ്ങൾ ചികിത്സിച്ചില്ല ഡോക്ടറെ, സുഖായോ? കോഴിക്കോട് മെഡിക്കോളിന്റെ സൂപ്രണ്ടിനോട് ആ ചോദ്യം. ഇല്ല. നിങ്ങൾ ചികിത്സില്ലേ, സുഖായോ? ഇല്ല. അവിടെയൊക്കെ എന്നെ കൊണ്ടുപോയി, ആള് വലിയ ആടാ, അഞ്ചുൽമന്റെ പ്രസംഗ, എല്ലാത്തിനും പറ്റും. അപ്പൊ മൂപ്പരെന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി, പക്ഷെ എന്റെ രോഗം സുഖായില്ല. അപ്പൊ ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, 3 ലക്ഷം തവണ യാ അല്ലാഹു എന്ന് ചേർത്ത് അസ്മാഉൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ഇസ്മുകൾ ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു. അപ്പോഴെന്റെ രോഗം സുഖപ്പെട്ടു. എന്താ ഈ പറഞ്ഞത്? ഒരു ഊരവേദന്റെ ചികിത്സയിൽ പറയുന്നത് 3 ലക്ഷം തവണ അസ്മാഉൽ ഹുസ്നയുടെ പ്രധാനപ്പെട്ട ദിക്റുകൾ ഞാൻ അങ്ങ് ചൊല്ലി, അപ്പൊ എന്റെ രോഗം സുഖപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 3 ലക്ഷം വേണ്ട, 3000 തവണ ചൊല്ലിത്തീർത്തു മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. എന്റെ കൂട്ടുകാരെ, എന്തായി പറയുന്നത്? സ്ഥിരമായി ചെല്ലുന്ന വലായിഫല്ലേ പറയുന്നത്? പ്രധാനപ്പെട്ട 3 ത്വരീഖത്തിലെ എല്ലാ ഇജാസത്തുകളും ഇപ്പോഴും നിലനിൽക്കുന്ന
ത്വരീഖത്തിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന മഹാനാണ് താജുൽ ഉലമ. പക്ഷേ താജുൽ ഉലമ ത്വരീഖത്ത് സമ്മേളനം നടത്താറില്ല, ബെർണോൽക്ക് മുഴുവൻ ത്വരീഖത്ത് കോരിക്കൊടുക്കാറില്ല. അതിന്റെ അർത്ഥം താജുൽ ഉലമക്ക് ത്വരീഖത്തില്ലെന്നല്ല, മറിച്ച് കേരളത്തിൽ നമ്മുടെ കൂട്ടത്തിലെ വിവരമില്ലാത്ത ചില ആളുകൾ എവിടെയോ ഒരാളെ കിട്ടിയപ്പോഴേക്ക് ഇതന്നെ വലിയ റോഹ് എന്ന് പറഞ്ഞ് തേടിപ്പിടിച്ച് കേരളത്തിലേക്ക് കയറ്റുമതി ചെയ്തിട്ട് നമ്മുടെ രാജ്യത്ത് വലസാൻ തുടങ്ങിയപ്പോ താജുൽ ഉലമ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഉദ്ധരിക്കുന്ന അത്വരീഖത്തിന്റെ യഥാർത്ഥ സനദ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 34 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കയ്യിലുണ്ട്. ആ അമലുകൾ മുഴുവനും ഞാൻ പകർത്തി വരുന്നുണ്ട്. ഇനി നിങ്ങൾ വേറെ വിവരമില്ലാത്ത ഒരാളെ തേടിപ്പിടിക്കേണ്ട ഗതികേടില്ല എന്ന് പറയാൻ സാധിക്കും വിധം ത്വരീഖത്തിലെ 3 ത്വരീഖത്തിലെ മുഴുവൻ അമാലുകളും ജീവിതത്തിൽ വലായിഫായി നിലനിർത്തുകയും ആവശ്യമുള്ളവർക്ക് ആവശ്യ സമയത്ത് മാത്രം ഖദർ അനുസരിച്ച് നൽകുകയും ചെയ്യുന്ന മഹാനായ താജുൽ ഉലമ ഉള്ളാളത്ത് തങ്ങൾ അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ആ മഹാനായ തങ്ങളോ ആത്മീയമായ കഴിവ് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാൻ ഈ ബഹുമാനപ്പെട്ട തങ്ങളുടെ വീട്ടിൽ ഖരുബന്തുരുത്തിയിൽ വന്നു. ഏതായിരുന്നു രംഗം? കേരളത്തിലെ ഒരു ജഡ്ജിയെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ ഉസ്താദിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിലടക്കണം എന്ന താല്പര്യത്തോടുകൂടി നമ്മുടെ ശത്രുക്കൾ നാടിന്റെ നാനാഭാഗത്തും ഓടി നടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. ആദ്യം ഞാൻ കുണ്ടൂർ ഉസ്താദിന്റെ അടുത്ത് ചെന്നു. കുണ്ടൂർ ഉസ്താദിനോട് സങ്കടപ്പെട്ടുകൊണ്ട് വിഷയം പറഞ്ഞു. കുണ്ടൂർ ഉസ്താദ് ഇങ്ങനെ കിടക്കുക, എന്നെ കണ്ടുപാടെ പറഞ്ഞു കുറച്ച് പൂള വെക്കണം. അതിനിപ്പോ നമ്മൾ ആമിന്താത്താക്ക് പറ്റുമെന്ന് ചോദിച്ചോക്കാട് നിങ്ങൾ. അതിന്റെ ഒരു പരിചയക്കാർത്തിയാ ഉള്ളാൾ തങ്ങളപ്പാന്റെ വാക്കാ, അതിന്റെ ഒരു പരിചയക്കാർത്തിയ ആമിന്താത്താക്ക് പറ്റുമോ ചോദിച്ചു നോക്കി. ആദ്യത്തെ വിഷയം അതാ. ഞാൻ പറഞ്ഞതിനൊന്നല്ല മറുപടി. പൂളൊക്കെ റെഡിയായപ്പോ എന്നോട് പറഞ്ഞു ഇങ്ങനെ കടന്നിട്ട് ഉസ്താദ് കുറെ വിഷയങ്ങൾ പറയാ, ഞങ്ങൾ അങ്ങ് പറയുന്നൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഈ സമയത്ത് പറയുന്നത് ബദറിൽ വെച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാ, ഇന്ന് നമുക്ക് സ്റ്റേ ലഭിച്ചില്ലെങ്കിൽ നാളെ ദീനി ദഅവത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിൽ കഴിയില്ല എന്ന് പറഞ്ഞ് നിയന്ത്രണം വിട്ട് കരഞ്ഞപ്പോ അങ്ങ് എണീറ്റെന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ കുട്ടി കരയണ്ട, എന്റെ കുട്ടി വേദനിക്കണ്ട, ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈ കേസിൽ ഉസ്താദിനെ പ്രതിയാക്കില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടാവുന്ന മഹാന്മാരുടെ പേരിലൊക്കെ ഫാത്തിഹ ഓതി അരമണിക്കൂർ എന്നെ കൊണ്ട് മുദ്രാവാക്യം വിളിച്ചു പ്രതിയാക്കില്ല എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നന്നായി ചായയും പൂവും തന്നിട്ട് മമ്പറത്തേക്ക് പോന്നു. മമ്പറത്ത് വന്നിട്ട് പറഞ്ഞു, ഉപ്പാപ്പ വേറൊന്നുമില്ല, ഉപ്പാപ്പ നിങ്ങളെ കണ്ട് ഞാൻ ഈ കുട്ടികൾക്ക് വാക്ക് കൊടുത്തു കേട്ടോ, എന്നെ വഷളാക്കരുതേ, തിരിച്ചങ്ങ് പോകും ചെയ്ത് വണ്ടിയിൽ, വേറെ വർത്താനൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് നേരെ ആ പ്രതിയാക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട പേപ്പർ ഇട്ടിന്ന് പോരുന്ന പോലെ നേരെ കരുവന്തിരുത്തിയിൽ കയറി. കരുവന്തിരുത്തി കയറിയിട്ട് തങ്ങൾ പാപ്പാനോട് പറഞ്ഞു, തങ്ങളപ്പാ അത് പ്രശ്നമാണ്, നാളെ നമുക്ക് സ്റ്റേ കിട്ടണം, കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ തങ്ങളിങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞൊരു മറുപടി ഞാൻ ഇപ്പോഴും ഓർക്കുക. ഇതിനപ്പൊ ഈ ഉറക്കം ഒഴിവാക്കി ബേജാറായി ഇങ്ങനെ നടക്കുന്നത്, ഈ കേസിൽ APയെ പ്രതിയാക്കില്ല, രക്ഷപ്പെടുത്താമെന്ന് അഹ്മദുൽ ബദവി തങ്ങൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഞാൻ തരിച്ചങ്ങിരുന്നു. എന്താ ഈ പറഞ്ഞത്? ഏകദേശം 800 വർഷങ്ങൾക്ക് വഫാത്തായി പോയ അഹ്മദുൽ ബദവി തങ്ങൾ എനിക്ക് വാക്കു തന്നിട്ടുണ്ട്. ഇതെന്നാ പറയുന്നത്? കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം എനിക്കൊക്കെ പറയാം, അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ സലാമത്താകാം. പക്ഷേ കേസ് എടുക്കുന്നതിന്റെ മുമ്പ് തലേന്ന് രാത്രിയാ പറയുന്നത്, എനിക്ക് അഹ്മദുൽ ബദവി തങ്ങൾ വാക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. 2.5 മണിക്കൂർ സമയം അഹ്മദുൽ ബദവി തങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തി ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ. എന്റെ സാധാരണക്കാർക്കറിയോ എന്താണ് നമ്മുടെ കരുത്ത്, എന്താണ് നമ്മുടെ ശക്തി? നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഏത് കൊടുങ്കാറ്റ് വന്നാലും സുഖമായി ഉസ്താദിരിക്കും. അതിന്റെ തൊട്ട് മുമ്പുള്ള തവണ ഉസ്താദിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി CBI ആളുകൾ വരുന്നു എന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാട് വന്നപ്പോ ഞാൻ നൂറുദ്ദീൻ തങ്ങളുടെ അടുത്തേക്ക് വന്നു. അള്ളാഹു അവരെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. നമ്മുടെ അത്താണിയായ നൂറുദ്ദീൻ തങ്ങളുടെ അടുത്തേക്ക്, ഈ ചാലിയത്തേക്കാണ് ഞാൻ ഓടിയത്. അർദ്ധരാത്രി പൊട്ടിക്കരഞ്ഞു. ഉസ്താദിന് അവസാനം സിയാറത്ത് കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഫോൺ ചെയ്ത ഉസ്താദ് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ കരയണത്? ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഇതിനകത്ത്? ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ പോവും, വൈകിട്ട് ഞാൻ ഭംഗിയായി തിരിച്ചു വരും. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ആരാണ് നിങ്ങളുടെ കൂടെ വരുന്നത്? ഉടനെ പറഞ്ഞു, അർവാഹുൽ ഔലിയാ, ഔലിയാക്കളുടെ റൂഹിന്റെ കൂടെയുണ്ട്. ജസദിനെ തടുക്കാൻ മാത്രമേ പോലീസുകാർക്ക് കഴിവുള്ളൂ, റൂഹിനെ തടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിവില്ല. നീ ധൈര്യമായിരിക്കൂ. ഞാൻ പറയുന്നത് ആത്മീയമായി നമ്മുടെ പണ്ഡിത
സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയുടെ പവറാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശക്തി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഞാൻ ആ ഭാഗത്തേക്ക് വിശാലമായി കിടക്കുകയില്ല. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തി വരുന്നത് മഹാനായ താജുൽ ഉലമയുടെ ഇൽമും തഖ്വയും മഹാനായ താജുൽ ഉലമയുടെ ആത്മീയമായ ശക്തിയുമാണെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കൂ, ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, ആ ഉസ്താദിന്റെ കൂടെ കുറച്ചു ദിവസം കൂടാൻ എനിക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മഹാനായ കോട്ടൂർ ഉസ്താദ് എനിക്കറിയാം കഴിഞ്ഞ 6 വർഷമായി ഒരൊറ്റ കിതാബും തുറന്നു നോക്കിയിട്ടില്ല. നോക്കാൻ അദ്ദേഹത്തിന് കഴിവില്ല, രോഗിയാണ്. പക്ഷേ അദ്ദേഹം സെബുക്ക് നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു തെറ്റ് ഇതുവരെ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിനെ ഗണ്ണിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നവർക്ക് പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. അത്രയും അവഗാഹമാണ് ഇൽമിന്റെ വിഷയത്തിൽ ബഹുമാനരായ ഉസ്താദ് അവർക്കുള്ളത്. തഖ്വയുടെ കാര്യം നിങ്ങൾ അനുഭവിച്ചറിയുന്നവരായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വന്യരായ പൊന്മുൾ ഉസ്താദിനെ കുറിച്ച് എനിക്ക് ആദ്യമായി ബോധ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട ഒതുക്കുങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു, ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ കിതാബ് തിരിയുന്ന അദ്ദേഹത്തെ പോലൊരു ആലിമ നമ്മുടെ രാജ്യത്തില്ല. മഹാനായ പൊന്മുൾ ഉസ്താദങ്ങൾ പോയി നോക്കൂ. ഒരു ദിവസം ഞാൻ യാദൃച്ഛികമായി യാത്രയിൽ വെച്ചൊരു ചോദ്യം ചോദിച്ചു, സിഹിർ എന്നതിന്റെ മസല എന്താണ്, അങ്ങനെ ഒന്നുണ്ടോ? അസ്മാഇന്റെ മസല എന്താണ്, അങ്ങനെ ഒന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉസ്താദ് അസ്മാഇനെ 6 വിഭാഗമാക്കി. ഓരോ വിഭാഗത്തിനും വിവിധങ്ങളായ മതവിധികൾ പറഞ്ഞു. അതിന് മുഴുവനും ഇബാറത്ത് പറഞ്ഞു. അതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ഇബാറത്തുകൾ ഞാൻ ഏത് ഉസ്താദിൽ നിന്നാണ് പഠിച്ചത് എന്ന് വരെ കൃത്യമായി 6 മസലയും പഠിച്ച 6 ഉസ്താദുമാരുടെ പേരും സ്വഭാവവും ആ യാത്രയിൽ എനിക്ക് സംഭവമായി വിശദീകരിച്ചു തന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് അസ്മാവെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയിക്കണം, കുറെ അസ്മാവിന്റെ അടുത്ത് പോകലും തുടങ്ങിയിട്ട് കാലം കുറെ ആയിട്ടുണ്ട്. എന്താണ് അസ്മാവ്, എന്താണ് തൽസമാത്ത്, എപ്പോഴാണ് അസ്മാവും തൽസമാവും തമ്മിൽ വ്യത്യസ്തമാകുന്നത്, അതിന്റെ ഹുക്ം എന്താണ്, അതൊന്നും നമ്മൾ മനസ്സിലാക്കി വെക്കാറില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞത് കൃത്യമായ കണക്ക്. ഇനി നിങ്ങൾ ഏത് മസലയുമായി ആ പണ്ഡിതനെ സമീപിച്ചു നോക്കൂ, ഫിഖ്ഹിലെ ഗണിശമായ മറുപടികൾ നൽകാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സാധിക്കുന്ന പണ്ഡിതൻ. അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇന്നും 200-ലേറെ മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയും ഇന്നലെ ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാനായ കൊളത്തൂർ ഉസ്താദിനെ പോലുള്ള പ്രഗത്ഭരായ മതവിരുദ്ധരുടെ പേടി സ്വപ്നങ്ങളായ പണ്ഡിതന്മാർക്ക് ജന്മം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബഹുമാനായ ഉസ്താദിന് അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ MA ഉസ്താദ് 25ഓളം വന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. MA ഉസ്താദ് യുക്തിവാദികളുടെ ഏറ്റവും പേടി സ്വപ്നമായ ഖണ്ഡന പ്രസംഗകനാണ്. യുക്തിവാദികളുമായി ഖണ്ഡന രംഗത്ത്, വാദപ്രതിവാദ രംഗത്ത് വിജയം നേടിയ ചരിത്രം പറയാനുള്ള പണ്ഡിതനാണ്. കേരളത്തിൽ പ്രഗത്ഭനായ ദീനി പ്രബോധകനാണ്. 70-ലേറെ വർഷമായി ദീനി ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധകനും മുദർരിസുമാണ്. അതിലേറെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ, നമ്മുടെ കേരളത്തിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സുന്നികൾക്കൊരു വിദ്യാഭ്യാസ സംവിധാനത്തിന് വേണ്ടി ആദ്യം നടന്ന ചർച്ച, ആ ചർച്ചയിൽ പങ്കെടുത്ത 2 മനുഷ്യരെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ളൂ. ആദ്യമായിട്ട് നമുക്കൊരു മദ്രസ പ്രസ്ഥാനം ആരംഭിക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്ന യോഗത്തിൽ പങ്കെടുത്ത 2 പണ്ഡിതന്മാര് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ളൂ. അത് ബഹുമാനപ്പെട്ട തരുവട അബ്ദുള്ള മുസ്ലിയാറാണെന്ന് മഹാന്മാർക്ക് അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. 2700-ലേറെ കിലോമീറ്ററുകൾ കാൽനടയായി നടന്നുപോയി നമ്മുടെ ഗ്രാമത്തിലും കുഗ്രാമത്തിലും പോയി മദ്രസകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച പണ്ഡിതൻ. അതും എങ്ങനെയാ പരിശ്രമിക്കുന്നത്? അവിടെ പോയിട്ട് കമ്മിറ്റിക്കാരെ വിളിക്കും, എന്നിട്ട് മദ്രസയുടെ ആവശ്യം പറയും. കമ്മിറ്റിക്കാർ പറയും ഇവിടുന്ന് ആ ശമ്പളം കൊടുക്കുക. ഉടനെ ശമ്പളത്തിന് വേണ്ടി വാള് പറയും. ആ വാള് പറഞ്ഞ പണം കൊണ്ട് ശമ്പളത്തിനുള്ള മാർഗമുണ്ടാക്കും. പിന്നീട് ബിൽഡിങ്ങിന് വേണ്ടി വാള് പറയും. അങ്ങനെ ആ രാജ്യത്ത് 1 ആഴ്ചയോ 2 ആഴ്ചയോ കൂടിയിട്ട് അവിടെ ഒരു മദ്രസ തുടങ്ങിയിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നത്. ഇത് ശമ്പളം പറ്റാതെ 2750 കിലോമീറ്റർ ദൂരം കാൽനടയായി യാത്ര ചെയ്ത് കേരളത്തിൽ മദ്രസ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന നൽകിയ മഹാനായ തരുവണ ഉസ്താദ് അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, പ്രതിഫലം വർദ്ധിപ്പിക്കുമാറാവട്ടെ, സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. മഹാനായ തരുവണ ഉസ്താദിന്റെ കൂടെ അന്ന് യോഗത്തിൽ പങ്കെടുത്ത മഹാനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട MA ഉസ്താദ്. അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. MA ഉസ്താദിന്റെ അറിവിന്റെ വ്യാപുല്യം ബോധ്യപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പഠിച്ചാൽ മതി. ഒരു കാര്യം തീർച്ചയാണ്,
അദ്ദേഹത്തിന്റെ അറബിയിലും മലയാളത്തിലുമുള്ള ഗ്രന്ഥങ്ങൾ ഇന്ന് ലോക പ്രശസ്തമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗത്ത് അവയെക്കുറിച്ചുള്ള പഠനങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ എം.എ. ഉസ്താദിന്റെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്തിന് നമ്മൾ ദൂരെ പോകണം? നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ, മഹാനായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. മഹാനായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുടെ ശിഷ്യഗണങ്ങളുടെ എണ്ണം ഒഴിഞ്ഞിരുന്നെന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അദ്ദേഹത്തിന്റെ പ്രായവും പഠിക്കാൻ തയ്യാറാവണം. അദ്ദേഹത്തിന്റെ പ്രായത്തിന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ എണ്ണം വെച്ചൊന്ന് ഹരിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിന് എത്ര ശിഷ്യന്മാർക്ക് ജന്മം നൽകാൻ അല്ലാഹു ഭാഗ്യം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ദൂരെ നിന്ന് മഹാനായ തങ്ങളവറുകളെ കുറിച്ച് അഭിപ്രായം പറയുന്നതിന് പകരം എന്തു ചെയ്തു ഞാനും നിങ്ങളുമെന്ന് മനസ്സിനോട് ചോദിച്ച് മഹാനായ തങ്ങൾ നമ്മുടെ കാലത്തിൽ ചെയ്തു വരുന്ന ദീനീ പ്രബോധനത്തിന്റെ വലിപ്പത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനൊരു കാര്യം എന്റെ സഹോദരങ്ങളോട് പറയട്ടെ. മഹാനായ സയ്യിദ് തങ്ങളവറുകളുടെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് സമയം അല്ലാഹുവിന്റെ ദീനീ പ്രബോധനത്തിന് വേണ്ടിയല്ലാതെ ഇന്ന് ചെലവഴിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ ഒരുപാട് സയ്യിദന്മാരുണ്ട്. അല്ലാഹു എല്ലാവരും മഹാന്മാരാണ്, അവർ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. എന്നാൽ ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് എല്ലാ ദിവസവും ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് എല്ലാ ദിവസവും 10ഉം 15ഉം സദസ്സുകളിൽ പോയിരുന്ന് ഈ പ്രബോധനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാപനത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവഴിച്ചുകൊണ്ട് പാപങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മഹാരഥനായ ഒരു സയ്യിദ് മഹാനായ ഖലീൽ ബുഖാരി തങ്ങൾക്ക് പകരം നിൽക്കാൻ കേരളത്തിൽ താജുൽ ഉലമക്ക് ശേഷം മറ്റാരുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതെന്റെ വകയായി പറയുന്നതല്ല. മഹാനായ കടലുണ്ടി തങ്ങൾ പാപ്പ അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. കുണ്ടൂർ ഉസ്താദ് ഏറ്റവും സ്നേഹിക്കുന്ന പണ്ഡിതനാണല്ലോ. മഹാനായ കടലുണ്ടി തങ്ങൾ പാപ്പ പലപ്പോഴും പറയാറുണ്ട്, ആ കുട്ടിയുടെ ഒരു ബർക്കത്ത്. എന്താണ് ബർക്കത്ത് എന്ന് പറയുന്നത്? ഒന്ന് ഇൽമുണ്ട്, അതന്നെ ഒന്നാമത്തെ ബർക്കത്ത്. 2 ഇൽമ പ്രബോധനം ചെയ്യാനുള്ള കഴിവും അവസരവും അല്ലാഹു നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ശിഷ്യന്മാരെ അല്ലാഹു കൊച്ചുനാളിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും ദർസീ രംഗത്ത് ഉറച്ചു നിൽക്കാനുള്ള സമയം അല്ലാഹു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളും സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്ന അഭിമാനകരമായ രംഗം നമ്മുടെ രാജ്യത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം, റിയാദിൽ അറസ്റ്റ് ചെയ്തല്ലോ മഹാനായ തങ്ങളവറുകളെ. ഇനി ഒരിക്കലും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കരുതെന്ന് കരുതി മഹാനായ തങ്ങളവറുകളെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയവർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മഹാനായ തങ്ങൾ ആ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുമെന്ന് കണ്ടപ്പോ ആവേശത്തോടെ പുഞ്ചിരിച്ചു നിന്നവരുടെ മുഖത്ത് നോക്കി കേരള സമൂഹം ലോകത്തിന്റെ മുന്നിൽ ഒരു ചിത്രം വരച്ചു വെച്ചു. എന്താണ് ആ ചിത്രം എന്നറിയുമോ? കേരളത്തിന്റെ കുഗ്രാമത്തിലെ 10,000കണക്കിന് പാവപ്പെട്ട യതീമക്കളും ഉമ്മമാരും പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച ദിവസങ്ങൾ നോക്കി അതാ നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങ് പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ ചാരത്ത് 10,000കണക്കിന് പാവപ്പെട്ട മുതഅല്ലിമീങ്ങളും സയ്യിദന്മാരും ആലിമീങ്ങളും സാധാരണക്കാരായ മുഅ്മിനീങ്ങളും വിശുദ്ധ കഅബ ഷരീഫ് നിരന്തരമായി തവാഫ് ചെയ്യാൻ തുടങ്ങി. അഫ്ഗാനിലായ ആലിമീങ്ങളും സയ്യിദന്മാരും ഉൾക്കൊള്ളുന്ന കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളിൽ യതീമക്കൾ കൈയുയർത്താൻ വേണ്ടി തുടങ്ങി. എന്താ സംഭവിച്ചത്? ഞാനൊരു കാര്യം ഓർക്കുന്നു. മഞ്ചേരി പട്ടണത്തിൽ 10,000ഓളം വരുന്ന ആലിമീങ്ങൾ സംഘടിച്ച പണ്ഡിത സഭ. ആ സഭയിൽ ബഹുമാനനായ കാന്തപുരം ഉസ്താദ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഉസ്താദ് ഒരു ഫോൺ അറ്റൻഡ് ചെയ്തു. ഫോൺ എടുത്തു കൊടുക്കുന്നത് പൊന്മൾ ഉസ്താദാണ്. 2 തവണ മാത്രമേ ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ദർസ് നടത്തുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഉസ്താദ് ഒരിക്കലും ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. ആര് വിളിച്ചാലും അറ്റൻഡ് ചെയ്യാറില്ല. ദർസ് നടത്തുന്ന സഭയ്ക്കിൽ ഫോൺ എടുക്കില്ല, അതുപോലെ തന്നെ പ്രസംഗത്തിലും എടുക്കാറില്ല. ഈ ആലിമീങ്ങളോട് ഗഹനമായ വിഷയം ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് എന്താണ് ഫോൺ എടുക്കുന്നത്? എന്താണ് ഫോൺ എന്നറിയോ? ഇവർ വലിയ കഥയായിട്ട് കുറച്ച് മുത്തവമാരെ പിടിച്ചു കൂട്ടി മഹാനായ തങ്ങളെ കൊണ്ടുപോയി, തങ്ങളെ പിടിച്ചു കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുപോയിരുത്തി. ആ കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് അവരോടുള്ള ചോദ്യം, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? എന്തിനാണ് നിങ്ങൾ ഭീകരവാദിയാണോ തീവ്രവാദിയാണോ? അങ്ങനെയാണല്ലോ ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട്. മഹാനായ തങ്ങൾ എന്താണ് മറുപടി പറയുക? തങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, അന തിൽമീദു ശൈഖ് അബൂബക്കർ, ഞാൻ ശൈഖ് അബൂബക്കർ
അബൂബക്കറിന്റെ കുട്ടിയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ആളാണ് എന്ന് പറയുമ്പോ ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് എന്നാണ് മുത്തവ്വയുടെ ചോദ്യം. അതേ നഅമെന്ന് മറുപടി പറയുമ്പോ ബഹുമാനപ്പെട്ട ആ മുത്തവ്വ ഉടനെ ചോദിച്ചു, ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്നത് എന്റെ ഒരു ഗുരുവാണ്, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണോ നിങ്ങൾ? ഉടനെ വിളിക്കുകയാണ് അങ്ങ് ഗൾഫിൽ നിന്ന് ഉസ്താദിന്. ആ ഫോണാണ് ഉസ്താദ് അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടി ഇവിടെയുണ്ട്, ചായ ഭംഗിയായി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സുഖമായി ഖുർആൻ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സ്വീകരിക്കുന്നുണ്ട്, വൈകാതെ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറയുമ്പോ ആ സദസ്സിന്റെ മുന്നിൽ അത് തുറന്നു ഞങ്ങളൊക്കെ കേൾപ്പിച്ച് സന്തോഷപൂർവ്വം അവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലി തഹ്ലീൽ ചൊല്ലി തക്ബീർ ചൊല്ലി സ്വീകരിച്ച ആവേശകരമായ രംഗം ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുടെ പ്രാർത്ഥനാ സദസ്സ്, ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ആ പ്രാർത്ഥനാ സദസ്സിന്റെ മഹത്വം എത്രയാണ്. രോഗിയുടെ ശമനം നമുക്കെല്ലാവർക്കും അറിയാം, സംസാരശേഷി ഇല്ലാത്തവർക്ക് അല്ലാഹു സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നത് അറിയാം, പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ് ഹിദായത്ത്. ഞാനെല്ലാം പറയട്ടെ, ഒരു സംസാരശേഷി ഇല്ലെങ്കിൽ എന്താണ് നഷ്ടപ്പെടാനുള്ളത്? മരണം വരെയുള്ള പ്രയാസമാണ്. അല്ലെങ്കിൽ കണ്ണില്ലാതെ പോയാൽ, കാലില്ലാതെ പോയാൽ എല്ലാം നമുക്ക് അവസാനിക്കും മരണത്തോടെ. ഹിദായത്തില്ലാതെ മരണപ്പെടേണ്ടി വന്നാൽ അവസാനിക്കാത്ത ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്. എന്റെ നാട്ടിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരെ ഒരു മുഹമ്മദ് ക, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, അദ്ദേഹം ഒരു തവണ അതാ നേരെ വരികയാണ് മഅദിലേക്ക്. എന്തിനാ വരുന്നതെന്നറിയോ? ജീവിതത്തിൽ നിസ്കരിച്ചു നോക്കിയിട്ടില്ല. ഒരു യുക്തിവാദി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്, യുക്തിവാദിയായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ചെരുപ്പ് കാലിൽ ധരിക്കാറില്ല, അദ്ദേഹത്തിന്റെ തിയറി അതിനെതിരാണ്. വളരെ ലോലമായ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട് നടന്നു ശീലിച്ച ആ മനുഷ്യൻ മഅദിലേക്ക് വന്നു. എന്തിനാ വരുന്നത്? അവിടെ ലക്ഷക്കണക്കായ ആളുകളെ ശാസ്ത്രീയമായി നിശ്ചിത സമയത്ത് നോമ്പ് തുറപ്പിക്കുന്നുണ്ട്. അത് സംഘടനാപരമായി വലിയ അവഗാഹമുള്ളൊരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ആ പ്രവർത്തനത്തെ നേരിട്ടൊന്ന് കണ്ട് അനുഭവിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം നേരെ മഅദിലേക്ക് വന്നത്. മഅദിൽ വന്നു നോക്കുമ്പോ വല്ലാത്തൊരു അത്ഭുതം. 5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മുഴുവനും വിഭവങ്ങൾ, അത് കൃത്യസമയത്ത് എല്ലാവരുടെയും കയ്യിലെത്തുന്നു. എല്ലാവരും കൃത്യസമയത്ത് നിസ്കാരം പോലും നഷ്ടപ്പെടാതെ ഭംഗിയായി ഭക്ഷണം കഴിക്കുന്നു. എല്ലാം കൃത്യമായി അവിടെ മുന്നോട്ട് പോകുന്നു. അദ്ദേഹം അത് കണ്ടപ്പോ അവിടെ ഇങ്ങനെ നിന്നു. കുറെ സമയം അവിടെ നിന്നപ്പോ അതാ പ്രാർത്ഥനയ്ക്ക് സമയമായി. ആ സമയമായപ്പോ അദ്ദേഹം അറിയാതെ കൈകൾ ഉയർന്നു. ആ ലക്ഷ്യങ്ങളുടെ സമക്ഷത്തിൽ വെച്ച് ആ കണ്ണുകൾ ഒഴുകാൻ തുടങ്ങി. മഹാനായ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുടെ ഹൃദയം അറിഞ്ഞുള്ള പ്രാർത്ഥന മുന്നോട്ട് പോയപ്പോ അറിയാതെ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണു. പിറ്റേന്ന് രാവിലെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വന്ന് സുബഹി നിസ്കരിക്കാൻ ആ നാട്ടുകാര് പള്ളിയിലെത്തിയപ്പോ മുഹമ്മദ് പള്ളിയുടെ 1ാമത്തെ സഫിൽ. ആളുകൾ ഇങ്ങനെ അത്ഭുതത്തോടെ മുഖത്തേക്ക് നോക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ആ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ഇനി ഒരിക്കലും എന്റെ ജീവിതം പാഴാക്കില്ല. കഴിഞ്ഞുപോയ ജീവിതമോ എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ ഇനി ഒരു മുസ്ലിമായി ജീവിക്കുമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ വന്നത്. ളുഹർ നിസ്കരിച്ചു, അസ്ർ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിയും കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുന്ന മുഹമ്മദ് അറ്റാക്കായി വീട് മരണപ്പെടുന്നു. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരെ, ദോഷങ്ങൾ ചെയ്ത മനുഷ്യൻ അള്ളാഹുവിനോട് വിതുമ്പിക്കരഞ്ഞ് ശുദ്ധിയായതിന്റെ ശേഷം അന്ന് മരണപ്പെട്ടു പോയ ആ മനുഷ്യനേക്കാൾ ഭാഗ്യവാന്മാരായി ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഹിദായത്ത് അല്ലാഹു നൽകുന്ന രൂപമാണ് ഈ കാണുന്നത്. എങ്ങനെയായി ഹിദായത്ത് ലഭിക്കുന്നത്? വോൾട്ടേജുള്ള ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയിട്ടാണ് അദ്ദേഹത്തിന്റെ ഫ്ലഗ് അദ്ദേഹം കൊണ്ടുവച്ചത്. അതുകൊണ്ട് തന്നെ ആ വോൾട്ടേജ് പ്രവഹിക്കുകയാണ്. ആ വോൾട്ടേജിൽ നിന്ന് ലഭിക്കുന്ന കറന്റാണ് യഥാർത്ഥത്തിൽ ഈ ഹിദായത്തിന്റെ പിന്നിൽ. 100 കണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. എന്റെ സഹോദരി, ആ സഹോദരി ഗർഭിണിയായി 6ാമത്തെ മാസമാണ്. ഡോക്ടർമാർ മുഴുവനും പറഞ്ഞു ജീവനില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണം. തങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോയപ്പോ തങ്ങൾ പറഞ്ഞ ജീവനുണ്ട്.
സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യാൻ വേണ്ടി ചെന്നു. സ്കാൻ ചെയ്യുമ്പോൾ ജീവനുണ്ട്. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർക്ക് സംശയം തീരുന്നില്ല. വീണ്ടും സ്കാൻ ചെയ്യണം. വീണ്ടും റിസൾട്ട് വരുന്ന ജീവനില്ല. ഞാൻ വീണ്ടും പോകുന്നു തങ്ങളടുത്തേക്ക്. തങ്ങൾ പറയുന്നു ജീവനുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 2 വയസ്സായ എന്റെ കുഞ്ഞുമോൻ ഇപ്പൊ സുഖമായി എന്റെ മുറ്റത്തിലൂടെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അള്ളാഹു നൽകിയാൽ ആ കഴിവ് കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നതിന്റെ രേഖയാണ്. ഒരു പ്രചണ്ഡമായ പ്രചരണവുമില്ലാതെ എല്ലാ മാസവും നിങ്ങൾക്കറിയോ അവിടെ വരുന്നവരിൽ ഭൂരിപക്ഷവും തെറ്റുകളുടെ കൂമ്പാരങ്ങളിൽ ജീവിച്ചതിന്റെ ശേഷം അള്ളാഹുവിനോട് വിതുമ്പിക്കരഞ്ഞ് ശുദ്ധിയായി പാപസുരക്ഷിതമായ ഒരു ജീവിതം നയിക്കാൻ തീരുമാനിച്ചു മടങ്ങുന്ന ആവേശകരമായ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ ചുറ്റുഭാഗത്തിരിക്കുന്ന ആലിമീങ്ങൾ, സയ്യിദന്മാർ, നമ്മുടെ ഉമറുൽ ഫാറൂഖ് തങ്ങളെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. ഒരു കൊച്ചുകുട്ടിയാണ് ഞാൻ. ആ കൊച്ചുകുട്ടിയാകുമ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അൽഹംദുലില്ലാ, എന്റെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയ ഗുരുക്കന്മാരുമായി എന്നെ ബന്ധപ്പെടുത്തി തരുന്നതിൽ പ്രധാന പങ്കാളിത്തം വഹിച്ച ആത്മീയ നിയന്ത്രണമാണ് മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. തസൗഫിലെ പ്രശസ്തമായ ഒരു മക്ബറയുണ്ട്. മഹാനായ മടവൂർ ഉസ്താദിന്റെ ഷെയ്ഖാണ് ആ മക്ബറയിൽ ഇരിക്കുന്നത്. അവിടെ 40 ദിവസം ദിയാറ് ഇരുന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മടവൂർ ഉസ്താദ്. ആ മടവൂർ ഉസ്താദിന്റെ ആ ഷെയ്ഖ് ജീവിക്കുന്ന തസൗഫിന്റെ മക്ബറയുടെ മുകൾ ഭാഗം പോലും തുറന്നു കിടക്കുകയാണ്. എന്ത് വെച്ചാലും കാറ്റിൽ പറന്നു പോകും. ആ മുകൾ ഭാഗത്ത് തുറസായി നിൽക്കുന്ന ആ മക്ബറയുടെ ചാരത്ത് ആ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിൽ നിന്ന് ആ നാട്ടുകാർക്ക് അനുഭവിക്കാൻ സാധിച്ച ഒരുപാട് അത്ഭുതങ്ങൾ അന്ന് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ചില നിർദ്ദേശങ്ങളാണ് കൊണ്ടൂർ ഉസ്താദുമായി എന്നെ ബന്ധപ്പെടുത്തിയത്. ആ നിർദ്ദേശമാണ് സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ എനിക്ക് നൽകിയത്. ആ നിർദ്ദേശമാണ് സയ്യിദ് മാലിക്കി തങ്ങളെയും യൂസഫ് റിഫാഖിയെയും അഹ്മദ് സിനാനെയും എനിക്ക് നൽകിയത്. അവിടുന്നാണ് ആത്മീയ ഗുരുക്കളുമായി ബന്ധപ്പെടാനുള്ള മഹാ അവസരമുണ്ടായത്. അവിടുന്നാണ് മരണപ്പെട്ടുപോയ ആത്മീയ ഗുരുക്കളുമായി സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത് ഈ കഴിവിന്റെയൊക്കെ ആത്മീയ കേന്ദ്രങ്ങളായി നിങ്ങളെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന പണ്ഡിതന്മാര് പക്ഷേ അവരൊരു മൂലയിൽ ഇരിക്കുകയില്ല. അവർ സ്ഥാപനങ്ങൾ നടത്തുകയാണ്, പട്ടിണിപ്പാവങ്ങളെ സംരക്ഷിക്കുകയാണ്, യതീമുകളെ സംരക്ഷിക്കുകയാണ്, ദർസ് നടത്തുകയാണ്, പുതിയ പുതിയ ഇൽമിന്റെ ഗോപുരങ്ങൾ സൃഷ്ടിക്കുകയാണ്. എല്ലാ ദിവസവും സബുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ, എന്തിന് നമ്മൾ എല്ലാവരെയും എടുത്തു പറയണം, സമയമില്ലല്ലോ. ഇന്ന് കേരളക്കരയിൽ, ഇന്ത്യയിൽ, ഏഷ്യയിൽ ഏറ്റവും വലിയ മതപ്രബോധന കേന്ദ്രമായി ലോകം അംഗീകരിച്ച മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഉസ്താദിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം പറയുന്നതിലേറെ കാണാനും അനുഭവിക്കുവാനും നിങ്ങൾ അവസരമുള്ളവരാണ്. ഒരു കാര്യം എനിക്കറിയാം, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ 50 വർഷത്തിലേറെയായി സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള 6 പ്രധാനപ്പെട്ട സബക്കുകൾ ദർസ് നടത്താത്ത ഒരു ദിവസം കേരളത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരേ ഒരു പണ്ഡിതനുണ്ടെങ്കിൽ മഹാനായ കാന്തപുരം ഉസ്താദാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം ഉസ്താദിന് പകരം നിൽക്കാൻ കേരളത്തിൽ ആർക്ക് സാധിക്കും? ഞാൻ നിഷ്പക്ഷമായി ചോദിക്കുന്നു. കാന്തപുരം ഉസ്താദ് എന്ന് പറയുമ്പോൾ ആരാ? ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 4500 വരുന്ന സഖാഫിമാരെന്നെ ഞാൻ പറയുന്നത്. ആ സഖാഫിമാർക്ക് മുമ്പേ 100 കണക്കിന് ശിഷ്യന്മാർ, 10000കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ജന്മം നൽകിയ ശിഷ്യന്മാർ. ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിനന്ദനായ സെക്രട്ടറി ബഹുമാനപ്പെട്ട കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. പൊന്മള ഉസ്താദിനെ പോലെ ഇൽമിൽ വലിയ പാണ്ഡിത്യമുള്ള, എന്ത് ചോദിച്ചാലും മറുപടി പറയുന്ന ആ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഒരു തവണ ചോദിച്ചു, ഉസ്താദിന്റെ ഇൽമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഉടൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തൊക്കെ സമൂഹത്തിൽ പറയുന്നുണ്ടോ അത് മുഴുവനും ഉസ്താദിൽ നിന്ന് കിട്ടിയതാ. എ മുതൽ Z വരെ ഉസ്താദല്ലാത്ത മറ്റൊരാളിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ മുഴുവനും ഉസ്താദിൽ നിന്ന് ലഭിച്ച ഇൽമു മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്.
ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിന്റെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, ഉസ്താദിനെ കുറിച്ച്, ഉസ്താദിന്റെ ഇൽമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ അവയൊക്കെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എനിക്ക് ഉറപ്പുള്ള ചില ആലിമീങ്ങൾ, ആ ആലിമീങ്ങളെ പോയി ചോദിക്കുക. കാരണം പൊന്മൾ ഉസ്താദിന് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയാലാണ് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ്. അതുകൊണ്ട് തന്നെ കോട്ടൂർ ഉസ്താദിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതില്ല. മഹാനായ കോട്ടൂർ ഉസ്താദിനെ കുറിച്ച് ഒതുക്കുങ്ങൽ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മഹാ ആലിമാണ്, വലിയ കഴിവുള്ള പണ്ഡിതനാണ്. ഓതുന്ന അന്ന് വരെ ഇൽമു പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിന് സെബുക്കിൽ വന്നിരിക്കാൻ രോഗം കൊണ്ട് കഴിയാത്തതുകൊണ്ട് ദൂരെ താഴ്വരയിൽ പോയി കിടക്കുകയാണ് പതിവ്. ആ കിടക്കുന്നിടത്തുനിന്ന് കേൾക്കുന്ന ഇൽമു കൊണ്ടാണ് പൊന്മൾ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾക്ക് ജന്മം നൽകാൻ സാധിക്കും വിധം 6 വർഷമായി കിതാബ് തൊടാത്ത മുഴുവൻ കിതാബുകളും ദർസ് നടത്താൻ സാധിക്കുമെന്നുള്ള ഇൽമു നേടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, പണ്ഡിത സഭകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ പണ്ഡിത സഭയിൽ കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ആലിമീങ്ങൾ വരുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി ഇൽമു പഠിച്ച് മനസ്സിലാക്കിയ, ദർസിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾ. ആ ആലിമീങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ നിന്ന് AP ഉസ്താദ് ഒരു മസ്അല പറഞ്ഞാൽ ആ മസ്അലയ്ക്ക് വിരുദ്ധമായി ആ സദസ്സിൽ നിന്ന് പറയാൻ ഒരു ആലിമുമില്ല എന്നത് മാത്രം മതി. ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ കഴിവ് നമുക്ക് അറിവിനെ കുറിച്ച് ബോധ്യപ്പെടാനെന്ന് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് പറഞ്ഞ രംഗം ഞാൻ എപ്പോഴും ഓർത്തു വെക്കാറുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒന്നുകൂടി പറയട്ടെ, കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംവാദം നടന്നത് കൊട്ടപ്പുറത്ത് വെച്ചാണ്. വഹാബിസത്തിന്റെ വാട്ടർലൂവായ കൊട്ടപ്പുറം സംവാദം. സംവാദം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ജീവിച്ചിരിപ്പുണ്ട്, ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്, മഹാനായ KK അബൂബക്കർ ഹസരത്ത് ജീവിച്ചിരിപ്പുണ്ട്, വന്നരായ കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു അവരുടെയൊക്കെ കബറും സ്വർഗത്തോപ്പാക്കുമാറാട്ടെ, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ആ മല പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാര് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ EK ഹസൻ മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം ഏറ്റവും കണിശമായി നടന്ന, ഏറ്റവും ശ്രദ്ധേയമായ, വഹാബികൾ ഏറ്റവും ശക്തിയാർജിച്ചു നടത്തിയ ആ സംവാദത്തിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ തെരഞ്ഞെടുത്തത് വന്യരായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരായിരുന്നു എന്നത് മാത്രം മതി. ശംസുൽ ഉലമയെ പോലെയുള്ള കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള പൂർവ്വകാല ആലിമീങ്ങൾക്ക് കാന്തപുരത്തിന്റെ അറിവിനെ കുറിച്ച് എന്തുമാത്രം ബോധമുണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കുറിച്ച് ഞാൻ ദീർഘമായും പറയേണ്ടതുണ്ടോ? അമേരിക്കയിലെ ഇസ്ലാമിക ഉച്ചകോടി 150 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഒന്നുകിൽ മന്ത്രിമാരാണ്, അല്ലെങ്കിൽ മുഫ്തിമാരാണ്. ആ സദസ്സിൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ആരാണ് അധ്യക്ഷം വഹിക്കുന്നത്? മർഹൂം ഷെയ്ഖുൽ അസ്ഹർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അസ്ഹർ അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സ്. ആ സദസ്സിൽ വെച്ച് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്താ ചോദ്യം? അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ. ഈ ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി നൽകാൻ ഷെയ്ഖ് ജാദുൽ ഹക്ക്, ഷെയ്ഖുൽ അസ്ഹർ അടക്കമുള്ളവർക്ക് കഴിയാതെ വരുന്നൊരവസ്ഥ. അപ്പോഴാണ് മന്ത്രിയല്ലാത്ത, മുഫ്തിയല്ലാത്ത, ബാക്കബി ബിരുദമെടുത്ത, നിങ്ങൾ ചോറ് കൊടുത്ത് വളർത്തിയിരിക്കുന്ന ചാലിയത്തുകാരുടെ മൂലയേരുട്ടി എണീറ്റ് നിന്നത്. ഈ മുറ്റത്തിലൂടെ ഇങ്ങനെ നടന്നുപോയൊരു മുസ്ലിയാരുട്ടി ഉണ്ടായിരുന്നല്ലോ, ഇതിലിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയൊരു മുസ്ലിയാരുട്ടി, ഇതിലെ തസ്ബീഹ് ചൊല്ലി നടന്നൊരു മുസ്ലിയാരുട്ടി, നിങ്ങളെ വീട്ടും പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് മൗലിയെ തന്നിരുന്ന ചെറിയ മുസ്ലിയാരുട്ടി ഉണ്ടായിരുന്നല്ലോ, കാന്തപുരത്തുകാരൻ അബൂബക്കർ. ആ കൊച്ചുകുട്ടിയായിരുന്ന ആ പണ്ഡിതൻ എണീറ്റ് നിന്നത്. ഉസ്താദങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. കുറച്ചു സമയം പ്രസംഗം പോയപ്പോ സദസ്സ് സൈലന്റായി. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഉസ്താദ് പ്രസംഗം പൂർണ്ണമായും അവതരിപ്പിച്ചു നിർത്തി. സംശയങ്ങൾ വരാൻ തുടങ്ങി. മുഴുവത്തിനും മറുപടി നൽകി. എങ്ങനെയാ മറുപടി നൽകാൻ സാധിക്കാതിരിക്കുക? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനപരമായി കേരളത്തിലെ ഇസ്ലാമിക പ്രബോധനം പച്ചപിടിച്ച് വളരുന്നത് സഹിക്കാൻ കഴിയാത്ത മതവിരുദ്ധ ചേരികൾ എന്നേക്കുമായി ജയിലിൽ അടക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മറിഞ്ഞ് ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത ദിവസമുണ്ടായിരുന്നു. വ്യഭിചാരികളുടെയും മദ്യപാനികളുടെയും കൂട്ടത്തിലേക്ക് ഉസ്താദിനെ പറഞ്ഞു വിടുമ്പോ ആ ഉസ്താദിനെ പറഞ്ഞു വിടുന്നത് കാണാൻ സന്തോഷിച്ചിരുന്നവരുടെ മുന്നിൽ കൂരിരുട്ടിന്റെ യാമങ്ങൾ കിടന്ന് കാന്തപുരം എന്ന് പറയുന്ന പണ്ഡിത ജ്യോതിസിന്റെ മനസ്സിൽ നിന്നൊരു കിതാബ് രൂപപ്പെട്ടു വന്നിരുന്നു.
ആ കിതാബാണ് അൽ ഇൻസാനുൽ കാമിലായും ഇസ്മത്തുൽ അംബിയായും രൂപപ്പെട്ടു വന്നത്. ആ കിതാബ് ആ ജൈറയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ആ കിതാബിൽ പരാമർശിച്ചിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ ഒരു വിഷയം മാത്രമാണ് അബസവ തവല്ല അൻജാഹുൽ അഅമ എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. നമ്മൾ എത്രമാത്രം ശത്രുക്കൾ ആഞ്ഞടിച്ചുകൊണ്ട് ഉസ്താദിനെ തളർത്തിയെടുക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പിന്തുണയുള്ളൊരു മഹാപണ്ഡിതന്റെ ഏത് അധപ്പതനത്തിന്റെ ആഴിയിൽ നിന്നും ഉദിച്ചുയരുന്നത് ഇസ്ലാമിക പ്രബോധനത്തിന് ആവശ്യമായ ആയിരക്കണക്കായ കിതാബുകളുടെയും ആത്മീയ ജ്യോതിസുകളുടെയും ഉയർത്തെഴുന്നേൽപ്പാകുമെന്ന് ചരിത്രം സാക്ഷി നൽകുന്നതാണ്. അനുഭവം നമ്മുടെ കൂടെയുള്ളതാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഞാനെപ്പോഴും ആലോചിക്കാണ്ട് ആ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന് ഒരുപാട് സംശയങ്ങൾക്ക് നിവാരണം നൽകുന്ന ആലിമീങ്ങൾ റഫർ ചെയ്യുന്ന ആ 2 കിതാബുകൾ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. അൽഹംദുലില്ലാ, ആ ഒരു ചരിത്ര സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് സന്തോഷകരമായ ലോകപ്രശസ്തനായ ഒരു പണ്ഡിതനാക്കി ഉസ്താദിനെ മാറ്റുന്ന 2 കിതാബുകൾ രചിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകിയപ്പോ 150 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ആ സദസ്സിലെ ഏറ്റവും ആദരണീയ പണ്ഡിതനായി ശൈഖുന കാന്തപുരത്തെ തെരഞ്ഞെടുക്കുന്നു. എന്നിട്ടോ തൊട്ടടുത്ത വർഷം വിഷയാവതാരകനായി ഷെയ്ഖ് ജാദുൽ ഹക്ക് അൽ ഹസർ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ അടക്കമുള്ളവർക്ക് വിഷയം അവതരിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ കേരളത്തിൽ ഒരു വാക്കവി ബിരുദമുള്ള ഒരു പണ്ഡിതനെ തെരഞ്ഞെടുക്കുന്നു. അന്നു മുതൽ ഇന്ന് വരെ എല്ലാ ഇസ്ലാമിക ഉച്ചകോടികളും സ്ഥിരാംഗമായി കാന്തപുരം തെരഞ്ഞെടുക്കപ്പെടുന്നു. പ്രത്യേകമായൊരു സ്വീകരണ സമ്മേളനം ഒരുക്കുന്നു. അങ്ങനെ 150 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ആ സദസ്സിൽ വെച്ച് ആ മഹാപണ്ഡിതരെ ഏറ്റവും ആദരണീയ പണ്ഡിതനായി തെരഞ്ഞെടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ കൂടി തീരുമാനിച്ചാൽ ഇത് നടക്കുമോ? കേരളത്തിലെ മുഴുവൻ ദീനീ പ്രബോധകന്മാരും തർക്കമൊക്കെ വിട്ടു നമ്മൾ മുഴുവൻ ആളുകളും കൂടി മുഴുവൻ മുനിങ്ങളും കൂടി ഒരുമിച്ചാലും 150 രാഷ്ട്രങ്ങളുടെ ആദരണീയ പണ്ഡിത സ്ഥാനത്തേക്ക് ഉസ്താദ് ഉയർത്താൻ നമുക്ക് സാധിക്കുമായിരുന്നോ? സാധിക്കില്ല. പക്ഷേ അള്ളാഹുവിന്റെ കലാവ് വന്നപ്പോ അങ്ങനെ ഒരു ചർച്ച ആ സദസ്സിൽ വന്നു. ആ ചർച്ച വന്നില്ലായിരുന്നുവെങ്കിൽ ഈ സ്ഥാനം അള്ളാഹു ഉസ്താദിന് നൽകിയത് ഒരിക്കലും ലോകം അറിയുമായിരുന്നില്ല. പക്ഷേ ലോകത്തിന്റെ മുന്നിൽ ഉസ്താദിന്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ അള്ളാഹു തീരുമാനിക്കുകയാണ്. നമുക്കറിയാം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു മലക്കുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മഹത്വം വിളംബരം ചെയ്യും. മലക്കുകൾ ലോകത്തിന്റെ മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ മഹത്വം വിളംബരം ചെയ്യും. ആ വിളംബരം ചെയ്യുന്നതിന്റെ പ്രായോഗികമായ രൂപമാണിത്. ഞാൻ ചോദിക്കുന്നു, ഇതിനെ തോൽപ്പിക്കാൻ എന്തു പ്രചരണത്തിനാണ് സാധിക്കുക? ഇതിനെ തോൽപ്പിക്കാൻ നമ്മുടെ എന്തു പ്രചരണത്തിനാണ് സാധിക്കുക? ഈ ചാലിയത്തോ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ മൂലയിലിരുന്ന് നമ്മൾ എന്തു കാണിച്ചാലും 150 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളുടെ ഔദ്യോഗികമായ അംഗീകാരത്തെ ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെ നമുക്ക് സാധിക്കും സഹോദരങ്ങളെ? ഇവിടെയാണ് മഹാരഥന്മാരായ ഉലമാവിന് അള്ളാഹു നൽകുന്ന പിന്തുണയുടെ പ്രാധാന്യവും അതിന്റെ രൂപവും നമുക്ക് ബോധ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷെ അവിടെ രസാവഹമായ സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരമുത്താവിനോട് ചുള്ളിക്കോട് സക്കാപ്പി കൂടെയുള്ളതുകൊണ്ട് ഒരു കുരുട്ട് ചോദ്യം ചോദിച്ചു. ചുള്ളിക്കോടെതിരെയാ എപ്പോഴും നന്നായി ആഴത്തിലേക്ക് ചോദിക്കുക. എന്താ ചോദ്യം? ലോകത്തും ജീവിത കാലഘട്ടത്തിൽ ഭൂമി ലോകത്ത് വെച്ച് നിങ്ങൾക്ക് ലഭിക്കാവുന്ന പരമാവധി ബഹുമാനമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ ഇരിക്കുന്ന 150 രാഷ്ട്രപ്രതിനിധികൾ സാധാരണക്കാരല്ല. ഒന്നുകിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഗവൺമെന്റ് മന്ത്രിമാരാണ്, അല്ലെങ്കിൽ മുഫ്തിമാരാണ്. അവരാണ് നിങ്ങൾ ആദരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനേക്കാൾ ഒരു ആദരവ് ഭൂമി ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാനില്ല. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തന്നാൽ എന്തായിരിക്കും നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക എന്നതാണ് ചോദ്യം. ഉടനെ ഉസ്താദ് പറഞ്ഞു, മോനെ, നല്ല ബുദ്ധിയുള്ള കുറച്ച് മുത്തഅല്ലിമീങ്ങളെ ചോദിക്കും ഞാൻ റബ്ബിനോട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്താനുള്ള സമ്മതം ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുമെന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. അറിയോ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ കലാംജി കേരളത്തിലേക്ക് വന്നപ്പോ തലപ്പാവ് വെച്ച ഒരേ ഒരു പണ്ഡിതന് മാത്രമേ ക്ഷണം ലഭിച്ചിട്ടുള്ളൂ.
ഓരോ പ്രസ്ഥാനത്തിന്റെ ആളുകളും ഒരു 5 മിനിറ്റ് 2 മിനിറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്ത് ലഭിക്കാതെ മാറി നിന്നപ്പോ തലപ്പാകത്ത് ഒരേ ഒരു പണ്ഡിതന് മാത്രമേ കേരളത്തിൽ കലാംജിയുടെ സന്ദർശനത്തിൽ ഒരു സ്വീകരണ പരിപാടിക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ അതിന് മഹാനായ കാന്തപുരം ഉസ്താദ് നൽകിയൊരു മറുപടിയുണ്ട്. മഹാനായ കലാംജി, ഇന്ത്യയുടെ പ്രഥമ പൗരനായ നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അന്നെന്റെ സ്വഹീഹുൽ ബുഖാരി ഖത്മ ചെയ്യുന്ന ദിവസമാണ്. കേരളത്തിലെ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സയ്യിദന്മാരും ഇജാസത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടുമ്പോ അവരെ മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയുടെ ഖത്മ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരന്റെ സംഗമത്തിൽ ഒരുമിച്ച് കൂടാൻ എനിക്ക് കഴിയില്ല, ക്ഷമിക്കണമെന്ന് പറയാൻ മാത്രം ഇൽമിനോട് താല്പര്യം കാണിക്കുന്ന, ദർസിനോട് താല്പര്യം കാണിക്കുന്ന പണ്ഡിതൻ. ഞാൻ പറയട്ടെ 800-ലേറെ മുതഅല്ലിമീങ്ങൾ ഒരേ ഒരു പണ്ഡിതന്റെ മുഖത്ത് നോക്കി ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഒരു സബ്കേ കേരളത്തിലുള്ളൂ. ആ സബ്ക്ക് മർക്കസുസ് സഖാഫത്തി സുന്നിയയിലെ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ സ്വഹീഹുൽ ബുഖാരിയാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം.